ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ ലോകത്ത് എല്ലാവരെയും സ്നേഹിക്കാൻ ശ്രമിക്കുന്ന നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടോ? എല്ലാവരുടെയും സന്തോഷത്തിനായി നിങ്ങൾ ഓടുന്നു. പക്ഷെ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ അവസാനമായി എന്താണ് ചെയ്തത്? നമ്മളിൽ പലരും ഒരു വലിയ തെറ്റാണ് ചെയ്യുന്നത്. മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി ജീവിക്കുന്നു. മറ്റുള്ളവർ നമ്മളെ ഇഷ്ടപ്പെടണമെന്നാണ് ആഗ്രഹം. പക്ഷെ ഒരു കാര്യം മറക്കുന്നു. നിങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്നില്ലെങ്കിലും ഈ ലോകത്തിലെ ഒരു സ്നേഹത്തിനും നിങ്ങളെ പൂർണ്ണമായി സന്തോഷിപ്പിക്കാൻ കഴിയില്ല. അതിനാൽ ഈ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക. കാരണം ഇന്ന് പറയാൻ പോകുന്ന ഒരാശയം നിങ്ങളുടെ ജീവിതം കാണുന്ന രീതിയെ തന്നെ മാറ്റിയേക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു വാക്കിനെ കുറിച്ചാണ്, സെൽഫ് ലവ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ വാക്ക് ഉപയോഗിക്കുന്നു. പക്ഷേ സെൽഫ് ലവ് എന്നത് എന്താണെന്ന് പലർക്കും അറിയില്ല. ചിലർ കരുതുന്നത് സ്വയം മാത്രം ചിന്തിക്കുന്നതാണ് സെൽഫ് ലവ് എന്നാണ്. ചിലർ കരുതുന്നത് ആരെയും വേണ്ടെന്ന് പറയുന്നതാണ് സെൽഫ് ലവ് എന്നാണ്. പക്ഷെ അതൊന്നുമല്ല. സെൽഫ് ലവ് എന്നത് നിങ്ങളെ നിങ്ങൾ ബഹുമാനിക്കുന്നതാണ്, നിങ്ങളുടെ മനസ്സിനെ കേൾക്കുന്നതാണ്, നിങ്ങളുടെ സന്തോഷത്തിനും വില കൊടുക്കുന്നതാണ്. അത് സ്വാർത്ഥതയല്ല, അത് അഭിമാനമാണ്. നിങ്ങൾ നിങ്ങളെ എന്ന് സ്നേഹിക്കുന്നു അന്ന് നിങ്ങൾക്ക് സന്തോഷമുണ്ടാവും. ഒരു ചെറിയ കഥ പറയട്ടെ. ഒരു തോട്ടക്കാരൻ 2 ചെടികൾ നട്ടു. ഒന്നിന് എല്ലാ ദിവസവും വെള്ളമൊഴിച്ചു, വളവും നൽകി, സൂര്യപ്രകാശവും കിട്ടുന്ന സ്ഥലത്ത് വെച്ച്. മറ്റേ ചെടിയെ ശ്രദ്ധിച്ചില്ല. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ചെടി മനോഹരമായി ഒരു വൃക്ഷമായി മാറി. രണ്ടാമത്തേത് ഉണങ്ങി. അതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം വളർച്ച കിട്ടണമെങ്കിൽ പരിചരണം അത്യാവശ്യമാണ്. ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ മനസ്സ് ആ ചെടിയെപ്പോലെയല്ലേ? ദിവസവും നമ്മൾ മനസ്സിന് എന്താണ് കൊടുക്കുന്നത്? പ്രോത്സാഹനമാണോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലാണോ? നമ്മളിൽ പലരും രാവിലെ എഴുന്നേറ്റ ഉടനെ കണ്ണാടിയിൽ നോക്കും. പക്ഷെ എന്താണ് കരുതുന്നത്? എനിക്ക് നിറം കുറവാണ്, ഞാൻ സുന്ദരനല്ല, എനിക്ക് കഴിവില്ല, അവനെപ്പോലെ ഞാൻ ഒരിക്കലും ആകില്ല. ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ നമ്മളോട് തന്നെ നെഗറ്റീവ് വാക്കുകൾ പറയുന്നു. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തിനോട് ഈ വാക്കുകൾ പറയുമോ? ഒരിക്കലുമില്ല. കാരണം അവളെ നിങ്ങൾ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ അവനെ നിങ്ങൾ സ്നേഹിക്കുന്നു. പക്ഷെ അതേ വാക്കുകൾ നിങ്ങളോട് തന്നെ നിങ്ങൾ പറയുകയാണ്. അതാണ് സെൽഫ് ലവ് ഇല്ലാത്തതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം. എന്തുകൊണ്ടാണ് സെൽഫ് ലവ് അത്ര പ്രാധാന്യമായത്? കാരണം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബന്ധം നിങ്ങളുമായുള്ള ബന്ധമാണ്. ഈ ലോകത്ത് ആരും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകില്ല. പക്ഷെ നിങ്ങൾ ജനനം മുതൽ മരണം വരെ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. അപ്പോൾ ആ ബന്ധം നല്ലതാകേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ? മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് നിർത്തുക. ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ നിങ്ങൾ കാണുന്നത് എന്താണ്? ആരോ വിദേശത്ത് പുതിയ കാറ് വാങ്ങിച്ചു, വലിയ വീട് വാങ്ങിച്ചു. നമ്മൾ ഉടൻ ചിന്തിക്കും എൻ്റെ ജീവിതം മാത്രം മോശമാണ്. പക്ഷെ ഓർക്കുക, നിങ്ങൾ കാണുന്നത് അവരുടെ ജീവിതത്തിലെ ഹൈലൈറ്റ്സ് ആണ്. അവരുടെ കണ്ണീരും പരാജയവും ഉറക്കമില്ലാത്ത രാത്രികളും നിങ്ങൾ കാണുന്നില്ല. അതിനാൽ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതവുമായി നമ്മുടെ ജീവിതം താരതമ്യപ്പെടുത്താതിരിക്കുക. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചെറിയൊരു ചിന്ത. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പേപ്പർ എടുക്കുക. അതിൽ എന്നിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന 5 കാര്യങ്ങൾ എഴുതുക. ആദ്യം ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ ഒരു ചെറിയ ശീലം നിങ്ങളുടെ മനസ്സിനെ മാറ്റാൻ തുടങ്ങും. ഓർക്കുക, സെൽഫ് ലവ് എന്നത് ലോകത്തെ മാറ്റുന്നതല്ല, നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റുന്നതാണ്. എപ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കേട്ടിട്ടുണ്ടോ? നമ്മൾ എല്ലാവരുടെയും വാക്കുകൾ കേൾക്കും, പക്ഷേ നമ്മുടെ മനസ്സ് കരയുമ്പോൾ അത് മാത്രം കേൾക്കാറില്ല. പുറത്ത് എല്ലാവരോടും ചിരിക്കും, പക്ഷെ അകത്ത് തകർന്നിരിക്കാം. ആരും കാണില്ല. കാരണം നമ്മൾ ചിരിക്കാൻ പഠിച്ചു, പക്ഷെ നമ്മൾ മനസ്സിലാക്കാൻ പഠിച്ചിട്ടില്ല. ഇനി നിങ്ങളുടെ ജീവിതം പതിയെ മാറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയാം. ദിവസവും കണ്ണാടിയിൽ നോക്കി സ്വയം അഭിനന്ദിക്കൂ. രാവിലെ എഴുന്നേറ്റാൽ കണ്ണാടിയിൽ നോക്കൂ. മുഖം മാത്രം കാണരുത്. അവിടെ ജീവിതത്തോട് പോരാടുന്ന ഒരു മനുഷ്യനെയാണ് കാണേണ്ടത്. പിന്നെ ഒരു വാചകം മാത്രം പറയൂ: ഞാൻ മതിയാകുന്ന ആളാണ്, ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ആദ്യ ദിവസം അത് വിചിത്രമായി തോന്നാം. 2ാം ദിവസം ചെറുതായി വിശ്വാസം വരും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഭാഗമാകും. നിങ്ങളുടെ ശരീരത്തെ സ്നേഹിക്കുക. നമ്മൾ പലപ്പോഴും ശരീരത്തെ കുറ്റപ്പെടുത്തുന്നു. എനിക്ക് നിറം കുറവാണ്, ഞാൻ തടിയനാണ്, ഞാൻ മെലിഞ്ഞവനാണ്, ഞാൻ സുന്ദരനല്ല. ഒരു നിമിഷം ചിന്തിക്കൂ, ഈ ശരീരം തന്നെയല്ലേ ഇത്രയും വർഷം നിങ്ങളെ താങ്ങിയത്? എത്ര വേദന സഹിച്ചു, എത്ര ക്ഷീണം സഹിച്ചു, എന്നിട്ടും ഒരു പരാതിയും പറഞ്ഞില്ല. അപ്പോൾ അതിനെ വെറുക്കുന്നതിന് പകരം നന്ദി പറയുക.
നെഗറ്റീവ് ആളുകളിൽ നിന്ന് അകലം പാലിക്കുക. ചില ആളുകൾ എവിടെ പോയാലും നെഗറ്റീവ് മാത്രം പറയും. നിനക്ക് പറ്റില്ല, അതൊന്നും നടക്കില്ല, നീ തോൽക്കും. അവർ നിങ്ങളുടെ സ്വപ്നങ്ങളെ കൊല്ലും, നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കും. ഓർക്കുക, നിങ്ങളുടെ മനസ്സിന് സമാധാനം തരാത്ത ആളുകളിൽ നിന്ന് അകലം പാലിക്കുന്നത് തെറ്റല്ല. കാരണം സെൽഫ് ലവ് എന്നത് സ്വന്തം സമാധാനത്തെ സുരക്ഷിതമാക്കുന്നതാണ്. ചെറിയ വിജയങ്ങൾ പോലും ആഘോഷിക്കുക. നമ്മൾ എന്ത് ചെയ്യും? വലിയ വിജയം വന്നാൽ മാത്രം സന്തോഷിക്കും. പക്ഷേ ഇന്ന് നിങ്ങൾ ഇന്നലെയേക്കാൾ ഒരു പടി മുന്നോട്ട് പോയോ, അത് ആഘോഷിക്കൂ. ഇന്നൊരു മോശം ശീലം ഒഴിവാക്കിയോ, അത് ആഘോഷിക്കൂ. ചെറിയ വിജയങ്ങളാണ് ഒരു വലിയ വിജയത്തിന്റെ അടിത്തറ. വിശ്രമിക്കാൻ പഠിക്കണം. യന്ത്രങ്ങൾക്ക് പോലും വിശ്രമം വേണം, പിന്നെ മനുഷ്യന് വേണ്ടേ? ക്ഷീണിച്ച മനസ്സുമായി ഒരുപാട് ദൂരം പോകാൻ കഴിയില്ല. അതുകൊണ്ട് വിശ്രമിക്കുന്നതിൽ കുറ്റബോധം വേണ്ട. കാരണം വിശ്രമം മടിയല്ല, അത് അടുത്ത യാത്രക്കുള്ള തയ്യാറെടുപ്പാണ്. നന്ദിയുള്ള മനസ്സ് വളർത്തുക. എല്ലാം ഇല്ലാത്തതിനെക്കുറിച്ച് ചിന്തിച്ചാൽ സന്തോഷം ഒരിക്കലും വരില്ല. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് ആരോഗ്യമുണ്ടോ, ഒരു കുടുംബമുണ്ടോ, ഒരു സുഹൃത്തുണ്ടോ, ഭക്ഷണമുണ്ടോ, അപ്പോൾ നന്ദി പറയൂ. നന്ദി പറയാൻ പഠിക്കുക. മനസ്സിൽ സന്തോഷം വേഗം വളരും. നിങ്ങളുടെ സ്വപ്നങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. നിങ്ങളുടെ സ്വപ്നം ആരും കാണുന്നില്ല, ആരും വിശ്വസിക്കുന്നില്ല, എന്നാലും നിങ്ങൾ വിശ്വസിക്കണം. കാരണം ഒരു ദിവസം ആ സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ ഇന്ന് നിങ്ങളെ പരിഹസിച്ചവർ പോലും കൈയടിക്കും. ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഒരു കാര്യം മാത്രം ചെയ്യൂ. കണ്ണടച്ച് നിങ്ങളുടെ ഹൃദയത്തോട് പറയൂ, ഇത്രയും വർഷം ഞാൻ നിന്നെ അവഗണിച്ചു, ക്ഷമിക്കണം. ഇനി മുതൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഒരു നിമിഷം നിങ്ങളുടെ നിമിഷത്തെ തുടക്കമാകട്ടെ. കാരണം സെൽഫ് ലവ് പുറത്തുനിന്ന് കിട്ടുന്ന ഒന്നല്ല, അത് അകത്ത് വിരിയുന്ന ഒരു പൂവാണ്. അതുകൊണ്ട് എല്ലാവരും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ നന്ദി പറയുക. അതോടൊപ്പം നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക. ഇതുപോലുള്ള മോട്ടിവേഷൻ വീഡിയോക്കായി വോയിസ് ഓഫ് റസിയ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.